നമ്മളെ പൂട്ടിയ രീതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ? ഇല്ല, ഞാൻ പറഞ്ഞു നമ്മുടെ മലയാളി പ്ലേയേഴ്സ് തന്നെയാണ്. ആരും നമ്മൾ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നില്ല, പുറത്തുനിന്ന് അതായത് ഇന്ത്യൻ പ്ലേയേഴ്സ് പോലും ബാക്ക് ലൈനിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ബാക്ക് ഡിഫൻസ് ഫോറും മലയാളികളായിരുന്നു. ഞാൻ അവരെ മാത്രമല്ല, ഓൾ ടീമിനെ തന്നെ ഞാൻ പറഞ്ഞു. കാരണം അവരെല്ലാവരും എഫേർട്ടാണ് ഇന്ന് ഞങ്ങൾക്ക് വിജയം സമ്മാനിച്ചത്. മലപ്പുറത്തെ പൂട്ടിയത് മലയാളി പൂട്ടുകൊണ്ട്. അതെ, ശരിയാണ്. മണിച്ചിത്രത്താഴിന്റെ പൂട്ടായിരുന്നു. പിന്നെ ലെനി റോഡ്രിഗസിന്റെ ഒരു മാസ്റ്റർ പീസ്. അതായത് അദ്ദേഹം ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്, ഇത്രയും മാച്ചുകൾ കളിച്ചിട്ടുണ്ട്, ISL-ലും നാഷണൽ ടീമിനും ഐ ലീഗിലും ഒക്കെ കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഞങ്ങളുടെ ടീമിൻ്റെ ഒരു നെടുന്തൂണ് എന്ന് പറയുന്നത്. അദ്ദേഹം അത്രയും മികച്ചതായിട്ട് കളിക്കുന്നു, അതേപോലെ എല്ലാവരെയും കോർത്തിണക്കി കളിക്കുന്നു. അതിലുള്ള ഒരു കഴിവ് ഈ ISL-ൻ്റെ ഒരു ഈ കേരള സൂപ്പർ ലീഗിൻ്റെ ഒരു പ്രത്യേകതയാണ്. ISL-ന് മാത്രം കണ്ടുകൊണ്ടിരുന്ന ലെനി ഇതിൽ വന്ന് കളിക്കുന്നു. ഫുൾ മാച്ച് പെർഫോമൻസ്, മാജിക് പെർഫോമൻസ്. ഇന്നത്തെ മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ വളരെ കീ ആയ കുറേ പോയിന്റ്സ് ഉണ്ട്. അതായത് കമാലുദ്ദീൻ ഇല്ല, ക്ലീൻ ഷീറ്റ്സ് നേടിയ ഒരു ഗോൾ കീപ്പറേ ഉള്ളൂ, 3 ക്ലീൻ ഷീറ്റ്. അദ്ദേഹം ഇല്ല. മാത്രമല്ല 2 വിദേശ താരങ്ങൾ, അതായത് ഉസലിച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അദ്ദേഹവും പരിക്ക് പറ്റിയും പോയി. മെയിൽസൺ ആൽവസ് 2 ഗോൾ സ്കോർ ചെയ്ത ഒരു ഡിഫൻഡർ കൂടിയാണ്. സെറ്റ് പീസിലൊക്കെ വളരെ നിർണായകമാണ് ഈ 2 പുറത്തുപോയ വിദേശ ഡിഫൻഡേഴ്സ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലെനിയാണ് ആ ടീമിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫിൽ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിച്ചു, സെക്കൻഡ് ഹാഫിൽ ടാക്ടിക്കൽ വിന്നാണ്.